മുണ്ടക്കൈ ചൂരൽമല ദുരന്തം എല്ലാവരെയും ഞെട്ടിച്ചതാണ്. അവിടെ കൈമൈ മറന്നുകൊണ്ട് രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ടി സിദ്ദിഖ് MLA തുടക്കം മുതൽ ആ ദുരന്തമുണ്ടായ നിമിഷം മുതൽ അവിടെയുള്ള ഒരാളാണ്. ഇതിലൊക്കെ ഒരു രാഷ്ട്രീയം കാണേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ പുനരധിവാസ പാക്കേജിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സർക്കാർ ഇത് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അതിനപ്പുറം കോൺഗ്രസിൻ്റെ പദ്ധതി വരുമെന്ന് പറയുന്നു, ലീഗിൻ്റെ വീടുകൾ വരുന്നുണ്ട്. ഇതിലൊക്കെ തന്നെയും ഒരു രാഷ്ട്രീയം കണ്ടുകൊണ്ടുള്ള വാക്പോര് കാണുകയാണ്. അത് ശരിയാണോ അത്തരത്തിലുള്ളതിലൊരു രാഷ്ട്രീയം കാണുന്നത്? അതിൽ രാഷ്ട്രീയം എല്ലാത്തിലും നമ്മൾ ഉണ്ടല്ലോ. രാഷ്ട്രീയം നമ്മുടെയൊക്കെ ഒരു ഭാഗമായിട്ട് പോകുന്നതല്ലേ. പക്ഷേ ഇങ്ങനെ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ഇടപെടാറ് സാധാരണ. പക്ഷേ ഇവിടെ വയനാട് ദുരന്തമുണ്ടായി, ഈ മലവെള്ളപ്പാച്ചിലുണ്ടായി, എല്ലാവരും ഞങ്ങളൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടല്ലോ. അദ്ദേഹം അവിടുത്തെ സിറ്റിംഗ് MLA ആണ്, സ്വാഭാവികമായിട്ടും അവിടെ ഇടപെടേണ്ടതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് കേരളമാകെ ചൂരൽമലയിലും മുണ്ടക്കയിലുമായിരുന്നു. കേരളത്തിലെ ചെറുപ്പക്കാരുൾപ്പെടെ വലിയ രീതിയിൽ ഇടപെട്ടതാണ്. ഞാൻ തന്നെ പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെയൊക്കെ സഖാക്കൾ അവിടെ ഇടപെട്ടത് ഞങ്ങൾക്ക് തന്നെ വീണ്ടും ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്ത ഒരു അഭിമാനബോധമുണ്ടല്ലോ. മോർച്ചറിയിൽ വോളണ്ടിയേഴ്സായി പ്രവർത്തിച്ച കണ്ണൂരിൽ നിന്ന് വന്ന സഖാക്കൾ, അതോടൊപ്പം ഈ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഒലിച്ച് നമ്മുടെ പോത്തുകല്ല്, മലപ്പുറത്തിൻ്റെ പോത്തുകല്ല് ഭാഗത്തേക്ക്, അതിൻ്റെ ആ വനാന്തരങ്ങളിലേക്ക് പോകും, ചാലിയാറിൻ്റെ അപ്പുറത്തെ സൈഡിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് നിങ്ങളൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞപ്പോൾ നൂറുകണക്കിന് DYFIയുടെ സഖാക്കൾ, വളണ്ടിയേഴ്സ്, അവരാണ് ആദ്യം അവിടെ ചെല്ലുന്നത്. മലപ്പുറത്തെ DYFIയുടെ ഷബീറിൻ്റെയും ഷ്യാമിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള വോളണ്ടിയേഴ്സ് പോയി വരിക. ആ ഒരു ചിത്രം മനോരമ പോലും കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ചങ്ങാടത്തിൽ വരുന്നത്, അവർ തോളിൽ അവരുടെ തുണിയിൽ ഈ ശരീരഭാഗങ്ങൾ കെട്ടി പൊതിഞ്ഞു കൊണ്ടുവരുന്നത്, അതിനൊക്കെ ചെറുപ്പക്കാരങ്ങ് ഇടപെടുന്ന ഒരു വല്ലാത്ത ഒരു രംഗമുണ്ട്. അതൊക്കെ കണ്ടതാണ്. നമ്മളതിലൊക്കെ ഇടപെടുക. ഞങ്ങളാണെങ്കിൽ ആ തുടർച്ചയിൽ തന്നെ 25 വീട് കൊടുക്കും എന്ന് പറഞ്ഞു, സർക്കാരുമായി ചേർന്ന് എന്നാണ് പറയുന്നത്. അത് വ്യക്തമാണ്. നിങ്ങളുടെ തന്നെ യൂട്യൂബിലൊക്കെ നോക്കിയാൽ അത് മനസ്സിലാവും. 31-ാം തീയതിയുള്ള യൂട്യൂബിൽ അതൊക്കെ വ്യക്തമാണ്. സർക്കാരുമായി ചേർന്നാണ്, സഹകരിച്ചാണ് ഞങ്ങൾ ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. പക്ഷേ നമ്മൾ കാണേണ്ടത്, യൂത്ത് കോൺഗ്രസ് 30 വീട് പ്രഖ്യാപിച്ചു. അവരങ്ങനെ ഒരു സർക്കാരുമായി സഹകരിച്ചോ മറ്റോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവിടെ ഈ ദുരന്തമുണ്ടായ അല്ലെങ്കിൽ ഈ ദുരന്ത രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു വല്ലാത്ത അസ്വസ്ഥതകൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ഒരു പൂത്ത ബെഡ് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അവർ ശ്രദ്ധിച്ചു കൊടുക്കും. ഞങ്ങളൊക്കെ അവിടെ നിന്നാണ് കഴിക്കുന്നത്. നമ്മുടെ മന്ത്രിമാരിൽ പലരും അവിടെ നിന്നാണ് കഴിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് മന്ത്രിയെന്നോ MLA എന്നോ വ്യത്യാസമില്ല. അപ്പോൾ മിനിസ്റ്റർ, റിയാസ് മിനിസ്റ്റർ ഒക്കെ, മുഹമ്മദ് റിയാസ് മിനിസ്റ്ററൊക്കെ നിങ്ങൾ കണ്ടല്ലേ, ആ ചളിയിൽ ദിവസങ്ങളോളം നിൽക്കുകയല്ലേ. ഞങ്ങളൊക്കെ അവിടെയുണ്ട്. അവിടെ മന്ത്രിയാണെന്നോ പിന്നെ മറ്റ് MLA ആണെന്നോ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും ഈ രക്ഷാപ്രവർത്തനത്തിന് പറ്റാവുന്ന രീതിയിൽ ഇടപെടുന്നു. മിനിസ്റ്റേഴ്സ് ഈ രക്ഷാപ്രവർത്തനത്തെ കോർഡിനേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു വല്ലാത്ത ഇടപെടൽ. അപ്പോൾ നമ്മളൊക്കെ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു, അവിടെ നിന്ന് കഴിക്കുന്നു, കുറേ കയ്യിലൊക്കെ ചളി, അങ്ങനെ ഉണ്ടല്ലോ. അതൊരു അവിടെ നമ്മൾ കേൾക്കുകയാണ്, പൂത്ത ബ്രെഡ് കൊടുത്തു, ഒരു ടീം അപ്പുറത്ത് ബിരിയാണി കൊടുക്കുന്നു, അപ്പോൾ ഇവിടെ ഇത് പൂത്ത ബ്രെഡാണെന്ന് പറയുന്നു. സത്യത്തിൽ അവിടെ ബ്രെഡ് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പ്രചരണം ബോധപൂർവമായി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക.